الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനേ. ആമീൻ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറകത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ബാബു മാ ജാഅ ഫീ സിഫത്തി കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശഅരി. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിതയിലായി സംസാരിച്ച രീതിയെക്കുറിച്ച് പറയുന്ന അധ്യായം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിത പാടിയിട്ട് പാട്ട് പാടിയിട്ട് സംസാരിച്ച ആ രീതിയെക്കുറിച്ച് പറയുന്ന അധ്യായം. ഇവിടെ മനസ്സിലാക്കേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കവിത ചൊല്ലുന്നത് ഹറാമാണ്. തങ്ങൾക്ക് കവിത ചൊല്ലാൻ പാടില്ല. തങ്ങൾക്ക് ഹബീബായ മുത്തുനബി പാട്ട് പാടൽ ഹറാമാണ്. അതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. വമാ അല്ലംനാഹു അശ്ശഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ. ഞങ്ങൾ മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. സൂറത്ത് യാസീൻ. വമാ അല്ലംനാഹു അശ്ശഅറ, ഞങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലഹു, തങ്ങൾക്ക് കവിത യോജിച്ചതുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എന്ത് ഉപദേശിക്കുന്നുണ്ടെങ്കിലും എന്ത് പറയുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, പരിശുദ്ധമായ ഖുർആനാണ്. അല്ലാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കവിത പാടിയിട്ടില്ല. അങ്ങനെ പറയാനുള്ള കാരണം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അള്ളാഹുവിൻ്റെ റസൂൽ പാരായണം ചെയ്യുമ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തുമ്പോൾ അവിടുത്തെ കാഫിര്യങ്ങൾ പറഞ്ഞു, ഇതെന്താണ്, ഒരു കവിതയാണ്, ഒരു പാട്ടാണ്. കാരണം പാട്ടിൽ പലതും ഉണ്ടാകും, കളവും ഉണ്ടാകും, നേറും ഉണ്ടാകും, പലതും ഉണ്ടാകും. അതുകൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഉദ്ധരിക്കുന്ന പാട്ടാണ് എന്ന് അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. വമാ അല്ലംനാഹു അശ്ശഅറ, ഞങ്ങൾ ഹബീബായ മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല. തങ്ങൾ പാട്ടുകാരനല്ല. അൽ ഖുർആൻ ലൈസ മിൻ ഖൗലി ഷാഇർ, ഖുർആൻ എന്നുള്ളത് ഒരു കവിതയല്ല, ഒരു പാട്ടല്ല. വന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ഷാഇറൻ, മുത്തുനബി കവിതയല്ല. വലം യുഅല്ലിംഹു അല്ലാഹു അശ്ശഅറ, മുത്തുനബിക്ക് അല്ലാഹു തആല കവിത പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് മുത്തുനബി കവിത പാടിയിട്ടുമില്ല. അപ്പോൾ മുത്തുനബി ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആനാണ്, അവിടുത്തെ ഉപദേശമാണ്, ദിക്റാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, മുത്തുനബി കവിത പാടിയിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും പാടിയത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുണ്ടാ? വേറെ ആയ സ്വഹാബികളോ അല്ലാത്തവരോ പാടിയ ഏതെങ്കിലും ഒരു കവിത മുത്തുനബി ഉദ്ധരിച്ചിട്ടുണ്ടാ? നബിയായിട്ട് പാടിയിട്ടില്ല. ഇന്ന ആൾ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹദ്ദസനാ അലി ഇബ്നു ഹുജറിൻ, ഖാലത്ത് ആയിഷ ഉമ്മ പറഞ്ഞു, ഖീല ലഹാ, ആയിഷ ഉമ്മയോട് ചോദിച്ചു. ഒരാൾ പറഞ്ഞിട്ടായിരുന്നു, ഒരാൾ ചോദിച്ചു, ഹൽ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതമസ്സലു ബിശൈഇൻ മിനശ് ശഅരി, കവിതയിൽ നിന്നിട്ട് പാട്ട് നിന്നിട്ട് വല്ലതും ചൊല്ലാറുണ്ടായിരുന്നോ, വല്ലതും പറയാറുണ്ടായിരുന്നോ, വല്ലതും ഉദ്ധരിച്ചിട്ടുണ്ടോ മുത്തുനബി? ആയിഷ ഉമ്മ പറഞ്ഞു, കാന യതമസ്സലു ബിശ്ശഅരി ഇബ്നു റവാഹ, ഇബ്നു റവാഹയുടെ ബൈത്ത്. ഇബ്നു റവാഹ ഒരുപാട് ബൈത്ത് പാടിയ ഒരു കവിതയാണ്, റളിയല്ലാഹു അൻഹു. അയാളുടെ പാട്ട് ഹബീബായ മുത്തുനബി ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്ന് വയതമസ്സലു ബിഖൗലിഹി, ഇബ്നു റവാഹയുടെ ഖൗൽ ഉദ്ധരിക്കും. വയഅതീക ബിൽ അഖ്ബാരി മല്ലം തുസബ്ബിദി, എന്ന് മുന്നുണ്ട്. സതുബ്ദി ലകൽ അയ്യാമു മാ കുന്ത ജാഹിലാ വയഅതീക ബിൽ അഖ്ബാരി മല്ലം തുസവ്വദി.
ദിവസങ്ങൾ, നാളുകൾ, നിനക്കറിയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി തരും. മുന്നോള് ആയ വിഷയം ഇതാ ചില ദിവസങ്ങളിൽ നിനക്ക് എന്താക്കും അറിയിച്ചു തരും. അതേപോലെ നിനക്ക് ലഭിച്ചിട്ടില്ലാതെ എത്രയോ വാർത്തകൾ അത് എത്തിച്ചു തരും. മുന്നോട്ട് കഴിഞ്ഞു പോയ എത്രയോ അറിയാത്ത വിഷയങ്ങൾ ചില ദിവസങ്ങൾ, ചില നാളുകൾ, ചില വ്യക്തികൾ ചില സമയത്ത് എന്താക്കും പറഞ്ഞു തരും. അപ്പോൾ നിനക്ക് എന്താവും കാര്യങ്ങൾ മനസ്സിലാകും. മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ അത് നിനക്ക് അപ്പോൾ മനസ്സിലാകും. ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് മുത്തുനബി ഉദ്ധരിക്കാറുണ്ട്. ആര് പണിതാണ്? ഇബ്നു റവാഹ. അതാ ഹദ്ദസനാ മുഹമ്മദ് ബുശാരിൻ ഖാല അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തില എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്തെന്ന്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്തെന്ന്? ഇന്ന അസ്ദഖ കലിമത്തിൻ ഖാലഹ അശ്ശാഇറു കലിമത്തു ലബീദിൻ. കവികൾ പറഞ്ഞതിൽ ഏറ്റവും സത്യമുള്ള, എത്രയോ കവികൾ പാട്ട് പാടിയിട്ടുണ്ട്, ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. ആ കവിതയിൽ വെച്ച് ഏറ്റവും സത്യമുള്ള വാക്കാണ് ആര് പറഞ്ഞത്? കലിമത്തു ലബീദ്, ലബീദിൻ്റെ വാക്ക്. ലബീദ് പറഞ്ഞൊരു പളക്കമുണ്ട്. അത് കവിത പാടിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യമായ ഒരു പളക്കായിട്ടിക്കിട്, ഒരു കവിതയായിട്ടിക്കിട്. ഏതാണത്? അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹു ബാത്തില. അല്ലാഹു ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും. അല്ലാഹു വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാം കുല്ലു ശൈഇൻ ഹാലികുൻ അല്ലേ, ഇല്ലാ വജ്ഹുഹു. അല്ലാഹു ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഒരു ദിവസം എന്താവും? നശിച്ചു പോകും, ഹലാക്കായി പോകും. അതാണ് പാടിയത് ആര്? കലിമത്തു ലബീദ് എന്ന്. അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. അല്ലാഹു ഒഴികെയുള്ള എല്ലാ കാര്യവും നശിച്ചു പോകും. അതിനപ്പുറമുണ്ട് വകുല്ലു നഈമിൻ ല മഹാലാത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകും. എത്ര വലിയ അനുഗ്രഹം ഉണ്ടെങ്കിലും, എത്ര വലിയ സമ്പത്തുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് തീർന്നു പോകുന്ന, അവസാനിച്ചു പോകുന്ന ഒന്നുണ്ട്, ഒരു സമയമുണ്ട്. അതേ സമയത്ത് അല്ലാഹു ഒഴികെ അവൻ എന്നൊന്നും ബാക്കിയാണ്. ഈ കാര്യം ലബീദും ചൊല്ലുന്ന ആൾ അറിയുന്നു. അതാ ഏറ്റവും വലിയ സത്യമാണ്. പക്ഷെ ലബീദ് എന്തായിട്ടില്ല? ഇസ്ലാമായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. എന്താ പറയുക? വഖാദ ഉമയ്യത്ത് ബിനു അബി സ്വൽത് അൻ യുസ്ലിമ. അയാള് മുസ്ലിം ആകാൻ അടുത്തായിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അദ്ദേഹം പാട്ടിൽ കൂടി പാടിയിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടും ദീനിനെ കുറിച്ചിട്ടും. പക്ഷെ അയാൾ മുസ്ലിം ആകാനുള്ള ഭാഗ്യം അയാൾ കിട്ടിയിട്ടില്ല. അയാൾ കാഫിറായിട്ട് മരിച്ചു പോയതാണ്. അപ്പോൾ അയാൾ പറഞ്ഞ ആ കവിത നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു.